മോഹൻലാൽ മമ്മൂട്ടി ഇപ്പൊ ഇവരുടെ 2 ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷക സമൂഹം കാത്തിരിക്കുന്ന ഇവരുടെ 2 ചിത്രങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും. എതിർക്കാനൊരു കുറച്ച് പേര്, സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര്, അങ്ങനെ എപ്പോഴായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലൊരു വൈബ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു ഇവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ ഇറങ്ങിയാണ്. ഇവർ 2 പേരും കൂടെ ഒന്നിച്ചൊരു ചിത്രത്തിൽ വന്നാലോ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 EM ഒന്നിച്ചു വരുന്നു. അതാണ് മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ ഒരു പുതിയ ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നു. മലയാള സിനിമയിലെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 നടന്മാരും കൂടി യുവതാരങ്ങൾക്കിടയിൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ഇവർ 4 പേര് ഒന്നിക്കുന്നു. അതുകൂടാതെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നയൻതാര വരുന്നു. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും ചിത്രം, അല്ലേ? മഹേഷ് നാരായണൻ്റെ ചിത്രം. മഹേഷ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമുക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള ഒറ്റ ചിത്രം എടുത്താൽ മതി. ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒറ്റ ചിത്രത്തിലൂടെ സംവിധാനം എന്താണെന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന സംവിധായകൻ. യുദ്ധമേഖലയിൽ കുടുങ്ങിയ 19 മലയാളി നഴ്സുമാർ ഭീതിയുടെ നിലയിൽ. സമീറ മനോജാണ് ഇന്ത്യൻ അംബാസിഡർ. ഹോസ്പിറ്റൽ നോ ഫയർ സോണിലാണ്. രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ആണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരേ ഒരു എക്സിറ്റ് റൂട്ട്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത വിളിച്ചമായിരുന്നു ടേക്ക് ഓഫ്. പക്ഷേ അന്നേ വരെയുള്ള ട്രെൻഡുകളെല്ലാം മാറ്റിയാണ് ടേക്ക് ഓഫ് വിജയഗാഥ തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റിലൂടെ കഥ പറഞ്ഞ രീതി. അന്നേ നമ്മൾ ശ്രദ്ധിച്ചു ഈ വ്യക്തി ആരാണ്. അപ്പോഴാണ് നമ്മൾ കണ്ടെത്തിയത് മഹേഷ് നാരായണൻ. അപ്പം മഹേഷ് നാരായണൻ മോഹൻലാലെ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ലിസ്റ്റുകൾ കഴിഞ്ഞിട്ടില്ല. ചില വാർത്താ ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉണ്ണി മോഹൻ വരെയുള്ള മലയാളത്തിലെ, തമിഴിലെ, ഹിന്ദിയിലെ, തെലുങ്കിലെ എല്ലാം മിക്കവാറും നടന്മാരുടെ പേരുകളെല്ലാം കൂടി ഇട്ടുകൊണ്ടാണ് ചിലർ വരുന്നത്. അപ്പം ഞാനതിനെ വിചാരിക്കുന്നത് ഇവരെ എല്ലാവരും കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോടികളായിരിക്കുമല്ലോ ഇത് മുടക്കോതലെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അറിയാൻ പറ്റിയത് മോഹൻലാലെ, മമ്മൂട്ടി, പിന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര ഇത്രയും പേര് അഭിനയിക്കുന്നുണ്ടെന്നുള്ളത് ഏകദേശം കൺഫേമാണ്. പിന്നെ ഉണ്ണി മൂന്നൻ്റെയൊക്കെ പേര് പറയുന്നു. ഇതെന്തുമാത്രം ആണെന്നറിയില്ല. അല്ലെങ്കിൽ ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. 1982 എനിക്ക് ഡേറ്റ് അത്ര കൃത്യമല്ല. പടയോട്ടം എന്ന സിനിമയിലൂടെയാണ് മോഹൻലാലും മമ്മൂട്ടി ആദ്യമായിട്ട് ഒന്നിക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനായിട്ടെങ്ങാണ്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്, അല്ലേ? അങ്ങനെ പടയോട്ടം എന്ന് അമ്പാടിത്തമ്പാൻ എന്നെ അറിയുമോ, ഞാനാണ് അമ്പാടിത്തമ്പാൻ എന്ന ഡയലോഗൊക്കെ വരുന്ന പ്രേമനസീറിൻ്റെ ഒരു സിനിമ പടയോട്ടം എന്ന സിനിമ. ആദ്യത്തെ 70mm ചിത്രമാണെന്ന് തോന്നുന്നു പടയോട്ടം. എൻ്റെ അച്ഛനാണ് കോലത്തിരിയുടെ പേര് കേട്ട പടത്തലവൻ കമ്മാരൻ. ഞാൻ ധന്യനായി ഇരിക്കൂ. അതിലാണ് മോഹൻലാൽ മമ്മൂട്ടി ആദ്യമായിട്ട് ഒന്നിക്കുന്നത്. അതിനുശേഷം ഒത്തിരി ചിത്രങ്ങൾ, അകിംഫ, കരിമ്പിൻ പൂവിനക്കരെ, നമ്പർ 20 മദ്രാസ് മെയിൽ, ടോണി കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. വാർത്തയിലെ കഥാപാത്രങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. മോഹൻലാൽ ഒരു ഗുണ്ടയായിട്ട് വരുന്നു, മമ്മൂട്ടി ഒരു പത്രപ്രവർത്തകൻ. അതൊരു വല്ലാത്ത വൈവിധ്യത്തെ കിട്ടി. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഇവർ 2 പേരും ഒന്നിച്ച്. ഞാൻ വെറുതെ ആരെയും ഉപദ്രവിക്കാറില്ല. പിന്നെ അതിരാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊള്ളക്കാരനും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ കഥ. മിസ്റ്റർ താരദാസ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ കുറ്റവാളി നിങ്ങളാണ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ സ്വീകരിക്കുന്നു. അവിടുത്തെ പോലെ ഇവിടെയും. പിന്നെ ഒത്തിരി ചിത്രങ്ങൾ ഇവർ 2 പേരും കൂടെ ഒന്നിച്ച്. മനുവങ്കലിനകത്ത് കാണുന്നു. നരസിംഹം എന്ന ചിത്രത്തിലെ നന്ദഗോപാൽ മാരാർ അല്ലേ? അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതുപോലെ താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. നമ്പർ 20 മദ്രാസ് മെയിലിലെ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചപ്പം, പിന്നെ ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റിലെ ഗൂർഖയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ഗൾഫുകാരനായ ഭർത്താവായിട്ട് മമ്മൂട്ടി വന്നു.
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ 51 ചിത്രങ്ങളോടും ഇവർ തമ്മിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ച് ഒരു അത്ഭുതം തന്നെ. മലയാളത്തിലല്ലാതെ വേറെ ഒരു സിനിമയിലെയും സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇത്രയും ചിത്രങ്ങളിൽ അഭിനയിച്ച് കാണത്തില്ല. ഇവരുടെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴേ വേറൊരു വിറ്റെന്ന് പറഞ്ഞാൽ, ഇപ്പം ബെറോഫിൻ്റെ ട്രെയിലർ വന്നപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ, മികച്ചൊരു ട്രെയിലറാണ് നമുക്ക് മോഹൻലാലിൻ്റെ ആ ചിത്രം സമ്മാനിച്ചത്. പക്ഷെ ഇതിനെ വിമർശിക്കുന്ന ആളുണ്ട്. അപ്പം നമ്മളത് നോക്കി കാണുമ്പോൾ മമ്മൂട്ടി പ്രേമികളാണ് വിമർശിക്കുന്നത്. അപ്പം മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാൽ പ്രേമികളും വിമർശിക്കും. ഇവരൊക്കെ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതായാലും ആ യുദ്ധം എനിക്ക് തോന്നുന്നു കാണണ്ട എന്ന് തോന്നുന്നു. കാണാതിരിക്കാൻ വഴിയില്ല, ഇപ്പോഴും കാണും. കാരണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രധാനപ്പെട്ട റോള് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ തുല്യ പ്രാധാന്യമുള്ള റോളാണെങ്കിൽ പിന്നെ പറയും നായികയെ ആര് കല്യാണം കഴിക്കും, ആരാണ് നായകൻ നായിക. ഇത് നമ്മുടെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഫാഫിൽ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. അവസാനം കുറച്ച് പ്രദേശങ്ങളിൽ നായികയെ മമ്മൂട്ടിക്ക് വിട്ടുകൊടുത്തു, കുറച്ച് പ്രദേശങ്ങളിൽ മോഹൻലാലിന് വിട്ടുകൊടുത്താണ് അതിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. അങ്ങനെയുള്ള രീതിയാണ്. പക്ഷെ ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള 2 നടന്മാരെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയാൻ പറ്റുന്ന 2 നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടി. ആ സൗഹൃദം നമുക്ക് കാണാനും പറ്റും. അവർ വീട്ടുകാർ തമ്മിൽ സൗഹൃദമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അപ്പം അങ്ങനെയുള്ള ഇടയിലേക്കാണ് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു പടത്തിൽ വരുന്നത്. അപ്പോൾ ശ്രീലങ്കയിലാണ് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പൂജ ഇന്നലെ നടന്നു. മോഹൻലാലാണ് തിരി കൊളുത്തിയത്. മമ്മൂട്ടിയുടെ അടുത്ത ആളായ ആൻഡോ ജോസഫാണ് ഇത് നിർമ്മിക്കുന്നത് ഈ ചിത്രം. അപ്പം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നു. അപ്പം ഒത്തിരി രാജ്യങ്ങളിലൂടെ സന്ദർശിച്ചാണ് ഈ ചിത്രം. 150 ദിവസത്തോളം ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2025 ഇറങ്ങാൻ സാധ്യതയില്ല, 2026 ഇറങ്ങാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് 150 ദിവസം ഒന്നിച്ച് ഒരുപക്ഷെ ഷൂട്ടിങ് നടക്കില്ല. കാരണം ഈ കുഞ്ചാക്കോബോബനായാലും ഭഗതായാലും മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും നയൻതാരയായാലും ഇവർക്കൊക്കെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവരുവാനും ഒക്കെ എങ്ങനെ കഴിയും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പം 2026 പ്രതീക്ഷിച്ചാൽ മതിയാകാം. പിന്നെ എന്താണ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എനിക്കൊന്ന് മോഹൻലാലും മമ്മൂട്ടിയും ലാസ്റ്റ് അഭിനയിച്ച ചിത്രമാണ് 2020 മദ്രാസ്. 2020 അല്ലേ, 2020 മദ്രാസ് മെയിലല്ല, 2020 എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഓളമായിരുന്നു അല്ലേ, എല്ലാവരും കൂടെ തിയേറ്ററിൽ കയ്യടി വാങ്ങിയ ചിത്രമായിരുന്നു. എന്നെ തളയ്ക്കാനുള്ള പൂട്ടൊന്നും നിന്റെ കയ്യിലില്ല മോനെ ദിനേശ. വക്കീല് വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു ചിത്രത്തിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹരികൃഷ്ണൻസിന് ശേഷമാണ് കുഞ്ചാക്കോബോബനും മോഹൻലാലും മമ്മൂട്ടി എല്ലാം കൂടെ ഒന്നിച്ചു. മീരയുടെ കേസിൽ നിന്ന് കുഞ്ഞുകുട്ടൻ പിന്മാറി തന്നാൽ ഈ കേസിൽ നിന്ന് കുഞ്ഞുകുട്ടനെ ഞങ്ങൾ പിന്മാറ്റിത്തരാം. ഞാൻ പിന്മാറിയല്ലോ. കുഞ്ഞിക്കുട്ട ഒരു കാര്യം ചോദിക്കാണ്ട് വന്നേ. ഞാൻ പിന്മാറിയെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചോദിക്കാണ്ട് വന്നേ. ഇതൊക്കെയുള്ള ഒരു പ്രത്യേകതകളാണ്. കൊല്ലങ്ങൾക്ക് ശേഷം ഇതൊക്കെ സംഭവിക്കുന്നു ഒരു ചിത്രത്തിലൂടെ. അപ്പം മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മികച്ച ഒരു കരിയോഗ്രാഫുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ മഹേഷ് നാരായണൻ. ഒരു മികച്ച ഒരു ചിത്രങ്ങൾ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള. അതുകൊണ്ട് അതിനെപ്പറ്റി ആരും വ്യാപരാധിപ്പെടേണ്ട. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെയാണ് കഥയും തിരക്കഥയും. അപ്പം രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കും എന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ പണി പാടുമല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ അതിഥി വേഷമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. ഈ ക്ലൈമാക്സ് രംഗങ്ങളിലാണ് മോഹൻലാൽ വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പ്രത്യേകിച്ച് ജയിലർ എന്ന് പറയുന്ന ചിത്രത്തിലെ മോഹൻലാൽ തകർത്ത് വാരിയായിരുന്നു അല്ലേ. അതുപോലുള്ള ഒരു അതിഥി വേഷമായിട്ടാണ് മോഹൻലാൽ വരുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അതിഥി വേഷങ്ങൾക്ക് ഒത്തിരി പേര് പങ്കുവയ്ക്കും. ഭഗത് ഫാസിൽ ഏതായാലും ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഭഗത്ത് എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ മിക്കവാറും ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കാം. അതുപോലെ എന്താണ് ഇതിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ ചിത്രീകരിക്കുന്നതിനിടയിൽ ഒരു ഹെലികോപ്റ്റർ അവിടെ കണ്ടു. അപ്പോൾ ഈ ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലുക്ക് കണ്ടു. അപ്പം മോഹൻലാലിനെ കണ്ടു കഴിയുമ്പം ഒരു താടിയൊക്കെ വഴിച്ച് ഏതായാലും ഇതിൻ്റെ രഞ്ജിത്ത് അമ്പാടി എന്ന് പറയുന്ന
മേക്കപ്പ് മാനാണ് ഇതിൻ്റെ മേക്കപ്പ്. പുള്ളി പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും രൂപങ്ങൾ ചേഞ്ച് ആവും എന്ന്, നിങ്ങൾ ഞെട്ടിപ്പോവും എന്നാണ് പറയുന്നത്. പണ്ട് പലരും ഈ ഞെട്ടലിൻ്റെ കഥ പറയുമ്പോൾ എനിക്കൊന്നാമത് പേടിയാണ്. കാരണം പണ്ട് തിയേറ്ററിൽ നിന്ന് കുലുങ്ങുമെന്നൊക്കെ പറഞ്ഞ പലരും ഉണ്ട് ചില ചിത്രങ്ങളെ പറ്റി. അവസാനം നമ്മളാണ് കുലുങ്ങിയതല്ലേ, അതുപോലെ ആയി തീരുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം കൂടുതൽ ഹൈപ്പിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അതിലും ഉയരത്തിൽ പറക്കും. അപ്പം അതിന് താഴെ നിൽക്കുവാണെങ്കിൽ ചിത്രം പരാജയപ്പെടും. ഏതായാലും നല്ലൊരു ചിത്രം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എണ്ണിച്ച് കഴിയുമ്പോൾ രണ്ടുപേരെ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റുമല്ലോ അല്ലേ. കൂടെ നമ്മുടെ ഫഹത്തും ഫഹദ്ബാഫിലും നമ്മുടെ കുഞ്ചാക്കോ ബോബനും നയൻതാരയും എല്ലാം കൂടെ ഒരു ഫ്രെയിമിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം തന്നെ. എല്ലാം നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം കേട്ടോ. ഒരു നല്ല ഒരു ചിത്രത്തിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം മകേഷ് നാരായണൻ, മോഹൻലാൽ, മമ്മൂട്ടി, പുതിയ ചിത്രം, രണ്ടുപേരുടെ പേര് പറയാൻ പറ്റൂ അല്ലേ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര. അപ്പം ആ ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ. ശരി അച്ചു, അങ്ങനെ മേനോ സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിന് വലുത് എന്തുണ്ട്? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്